കളമശ്ശേരി നഗരസഭ പ്രദേശങ്ങളിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ നിരവധി ഹോട്ടലുകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ആഹാരം പാചകം ചെയ്യുന്നതെന്ന് കണ്ടെത്തി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് ക്ലീൻ സിറ്റി മാനേജർ വിൻസെന്റ് കെ.വി. പറഞ്ഞു. ഇന്നലെയും ഇന്നുമായിട്ടാണ് നമ്മൾ ഈ പരിശോധന കാര്യക്ഷമമായിട്ട് നടത്തിയിരിക്കുന്നത്. 16-ാം തീയതിയും 17-ാം തീയതിയും. ഇന്നലെ ഏതാണ്ട് 7ഓളം കടകളിലും ഇന്ന് 8 കടകളിലുമായിട്ട് അതിന് മുന്നേ നടത്തിയ പരിശോധന ഉൾപ്പെടെ ഏതാണ്ട് 17ഓളം സ്ഥാപനങ്ങളിൽ ഇപ്പം നമ്മൾ നിലവിൽ ഈ മാസം പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് തലേദിവസം പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഫ്രീസറിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സ്ഥലങ്ങളിലുമായിട്ട് ആരോഗ്യകരമല്ലാത്തൊരു സാഹചര്യത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. പഴകിയത് എന്ന് നമുക്കിപ്പോൾ അതിനെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ആരോഗ്യകരമല്ലാത്ത ചുറ്റുപാടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാരണത്താൽ അത് മനുഷ്യൻ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് അവന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത്തരത്തിൽ അതുപോലെ തന്നെ മിക്സായിട്ട് കാണുന്നു. പാചകം ചെയ്തതും അതുപോലെ റോ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും മിക്സായിട്ട് ഫ്രീസറിൽ കലർത്തിയിരിക്കുന്നു. ഫ്രീസർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുന്നു. അതായത് റോ മീറ്റിനകത്ത് നിന്നുള്ള ബ്ലഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഫ്രീസറിൻ്റെ താഴെ ഭാഗത്ത് കെട്ടിക്കിടക്കുകയും ആ കെട്ടിക്കിടക്കുന്നതിന് മേലെയായിട്ട് മേൽത്തറഞ്ഞ ഭക്ഷണ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ അതിൽ ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്നതുണ്ട്, മീൻ വറുത്തതുണ്ട്, അതുപോലെ തന്നെ ഷവർമയുടെ ഇതുണ്ട്, ഷവായിയുടെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒരുവിധം എല്ലാത്തരം മത്സ്യമാംസാഹാരങ്ങളും കൂടാതെ ചോറ്, ഫ്രൈഡ് റൈസിൻ്റെ റൈസ്, ബിരിയാണി റൈസ്, ഇതെല്ലാമാണ് നിലവിലിപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായിട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. എത്ര കടകളിൽ മൊത്തം പരിശോധന നടത്തിയിട്ടുണ്ട്? മൊത്തം ഇന്ന് നമ്മൾ ഏതാണ്ട് 8ഓളം ഹോട്ടലുകളിൽ പരിശോധന നടത്തി. ആ 8ഓളം ഹോട്ടലുകളിൽ പരിശോധന നടത്തിയതിൽ നമുക്ക് ഒരു 2 ഹോട്ടലുകൾ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഒട്ടും തൃപ്തികരമല്ലാത്തൊരു സാഹചര്യമാണ്. ആ ഹോട്ടലുകൾ അത് അടച്ച് അത് ക്ലീൻ ചെയ്ത് നമ്മളെ കാണിച്ചതിന് ശേഷം തുറന്ന് പ്രവർത്തിക്കത്തക്ക രീതിയിലാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള അതിൻ്റെ ഉൾവശം, അതായത് അതിൻ്റെ അടുക്കള ഭാഗങ്ങൾ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ആ അടുക്കളകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അടുക്കും ചിട്ടയും അല്ലാത്ത കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്തിരിക്കുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്ന കൂത്താടികളോടുകൂടി വെള്ളം കെട്ടിക്കിടക്കാവുന്ന അസഹ്യമായ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള പരിസരങ്ങളും ഒക്കെയുള്ള ഹോട്ടലുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളവരോട് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം തുറക്കാനും മറ്റുള്ളവ പരിശോധന സമയത്ത് ഹാജരാക്കാത്ത രേഖകൾ ഹാജരാക്കി നിലവിൽ കണ്ട ന്യൂനതകൾ പരിഹരിച്ച് ഫൈൻ അടച്ച് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഹോട്ടലുകൾക്കെല്ലാം തന്നെ നമ്മൾ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടീസുകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അപേക്ഷ പരിഗണിച്ച് ആവശ്യമായ ന്യൂനതകൾ പരിഹരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർക്ക് തുടങ്ങുന്നതിനുള്ള അനുവാദം നൽകിയുള്ളൂ. മിക്ക ഹോട്ടലുകളിലും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണുള്ളത്. അവർ ക്യാപ്പ് ധരിക്കുന്നില്ല, കയ്യുറ ധരിക്കുന്നില്ല, ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് അവർ ഹോട്ടൽ ജീവനക്കാരൻ. പ്രധാനമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ന്യൂനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ ഏത് ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാലും മലയാളി ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പുറമേ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ 14 ദിവസമായ ഒരു ജീവനക്കാരനാണ് ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. ആ ഹോട്ടലിനെ കുറിച്ചോ അതിൻ്റെ യാതൊരു ചുറ്റുവട്ടങ്ങളെ കുറിച്ചോ ആ ജീവനക്കാരന് അറിയാൻ പാടില്ല. അടിക്കടി ഇതിങ്ങനെ നമ്മളുടെ ഈ സിനിമ വന്ന് മാറിപ്പോകുന്നത് പോലെ ജീവനക്കാർ വന്ന് മാറിപ്പോകുന്നു. ആ മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ പരിശോധനകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും ഒരു ഹോട്ടൽ ഉടമയെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള തൊഴിലാളികൾ കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് അവർക്ക് ഇവരുടെ രേഖകൾ യഥാവിധി സൂക്ഷിക്കാനും ഇവർ ഏത് തരത്തിലുള്ള ആളുകളാണ്, ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേറ്റഡ് ഡിസീസസ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അവരുടെ ഈ ആളുകൾ മാറിപ്പോകുന്ന സാഹചര്യത്തിൽ അടിക്കടി മാറിപ്പോകുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും അന്യ സംസ്ഥാന ഗസ്റ്റ് ലേബേഴ്സിനെ, തൊഴിലാളികളെ ആശ്രയിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നതും ഇപ്പോൾ ഈ ചില ന്യൂനതകൾ കൂടുതൽ കണ്ട ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ഥലത്ത് പാചകം നടക്കും, അതിനടുത്ത് പാവിരിക്കും, അവിടെ കിടക്കും. തലേദിവസം ഇത് കഴുകിയതും കഴുകാത്തതുമായിട്ടുള്ള പാത്രങ്ങളുടെ വലിയൊരു കൂമ്പാരം കാണും.
ആയത് പിറ്റേ ദിവസം വന്നതിന് ശേഷം ഒരു സൈഡിൽ പൂർണ്ണമായുള്ള ഭാഗികമായിട്ടുള്ള കഴുകൽ നടക്കും, മറ്റൊരു സൈഡിൽ സമാനമായ രീതിയിൽ ഇതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നു പോകും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വരും കാലങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള ഒരു പ്രവണത മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി കേരളത്തിലെ ഭക്ഷണശാലകളിൽ ഇങ്ങനെ വ്യാപകമായിട്ട് പുറത്തുനിന്നുള്ള ആളുകളെ വെക്കുന്നതുകൊണ്ട് മാറി മാറി ഒരിക്കലും ഒരു സ്റ്റേബിൾ അല്ല, തൊഴിലാളികളുടെ ഒരു സ്ഥിരത ഒരിക്കലും ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഒരിടത്തും ഇല്ല. അപ്പം അതുകൊണ്ട് മാറി മാറി വരുന്ന തൊഴിലാളികൾ നിൽക്കുന്നതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് വരുന്നത്, എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ളതും ഒന്നും അവർക്കറിയില്ല. പിന്നെ ചുരുക്കം സ്ഥലങ്ങളിൽ ചെന്നാലാണ് ആവശ്യമായ വെയറബിൾസ് എല്ലാം ഇട്ട് അവർ നിൽക്കുന്നുള്ളൂ. ഒരു പ്രൊട്ടക്ഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സംഗതികളും ഇല്ലാതെയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും നിൽക്കുന്നത്. അതിപ്പോൾ നമ്മളുടെ കോളേജായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻറ്റീനുകളുണ്ട്. ക്യാൻറ്റീൻ്റെ പരിസരവും കാര്യങ്ങളും ഉള്ളും എല്ലാം വൃത്തിയാണ്. പക്ഷേ അതിനുള്ളിൽ പാചകത്തിനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള വെയറബിൾസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ പാൽ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ട് ജ്യൂസ്, ഷെയ്ക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഹോട്ടലുകളോടനുബന്ധിച്ചുള്ള ജ്യൂസ് കോർണറുകളുണ്ട്. അപ്പോൾ ഈ കോർണറുകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന്, നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പാലാണ്. ആ പാലിന് അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് തൊട്ട് 20 ദിവസമാണ് അതിന് ഒരു പീരീഡ് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ കട്ടി കൂടിയ മിൽക്കാന്നാണെന്ന് പറയുന്നത്, കട്ടി കൂടിയ പാലാന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ചായക്ക് അവരത് ഉപയോഗിക്കുന്നില്ല. അവർ പ്രധാനമായിട്ട് അത് ഉപയോഗിക്കുന്നത് ജ്യൂസിനാന്ന് പറയുന്നു. പക്ഷെ അത് പാക്ക് ചെയ്ത ഡേറ്റ് തൊട്ട് 20 ദിവസം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ളത് നഗരസഭയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ സാമ്പിളിങ്ങിനുള്ള ഒരു അധികാരമില്ല. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊരു ശ്രദ്ധ പുലർത്തി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗുണനിലവാരത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചറിഞ്ഞാൽ നല്ലതാണ്. കാരണം മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളുടെ പാലുകൾ ഭൂരിഭാഗം കടകളിൽ ചെന്ന വളരെ കുറച്ച് കടകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പാലുകളാണ്. ഇതൊക്കെ എപ്പോൾ വരുന്നു, എപ്പോൾ വരുന്നു എന്നറിയില്ല പേര് പറയുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. ഹോട്ടലുകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്മാരായ വിൻസെന്റ് കെ വി, മാത്യു ജോർജ്, അനീഷ് VS എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്.